നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടും ഈസിയായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറി. അതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 750 ഗ്രാം ചിക്കൻ പീസാക്കിയത്, 3 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത്, 4 തണ്ട് കറിവേപ്പില, 2 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി, 20 അല്ലി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്, 4 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, ഒരു ചെറുനാരങ്ങയുടെ പകുതി. പാൻ വെച്ച് ചൂടായ ശേഷം നമുക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് ബ്രൗൺ നിറമാകുന്നിടം വരെ ഇളക്കി കൊടുക്കാം. സവാള നല്ലോണം വഴന്നു. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും മണം വന്നു തുടങ്ങി. നല്ലോണം വഴന്നു. ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. സ്റ്റൗ ഒന്ന് ചെറുതായിട്ട് സ്ലോ ചെയ്തിട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇടാം. ഇത് നല്ലോണം ഒന്ന് വഴന്ന ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം.
നന്നായി ഇളക്കി ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കാം. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേകുന്നത് വരെ അടച്ചു വെക്കാം. ചിക്കൻ്റെ വെള്ളം ഇറങ്ങി തുടങ്ങി. നമുക്കിതിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം വേകുന്നിടം വരെ. നമ്മുടെ ചിക്കൻ കറി വെന്തിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ ചിക്കൻ വേവിച്ചത്. ചിക്കൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ചിലപ്പം വേവിച്ചിട്ട് കൂടുകയോ കുറയോ ചെയ്തിരിക്കും. ഈ ചിക്കൻ കറിയിൽ നമ്മൾ കറുവാപ്പട്ടയോ ഏലക്ക, ഗ്രാമ്പൂ, തക്കോലം, പെരിഞ്ചീരകം ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് സ്വാദിഷ്ടമായ ചിക്കൻ കറി ഉണ്ടാക്കാം. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ബൗളിലേക്ക്. സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡി. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പം, പത്തിരി, പൊറോട്ട, കുബൂസ് ഇവയെല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് നന്നായിട്ട് ഗ്രേവിയോടുകൂടി കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി.